എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരത്തെ പറ്റിയാണ്. കന്യാകുമാരി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമായ പത്മനാഭപുരം ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം അവകാശപ്പെടുന്നുണ്ട്. കാരണം ഇതൊരു കാലത്ത് ഇന്നത്തെ കേരള സംസ്ഥാനത്തിൻ്റെ തെക്കേ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശക്തമായ വേനാട് രാജ്യത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ച തലസ്ഥാനമായിരുന്നു. യഥാർത്ഥത്തിൽ കൽക്കുളം എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭപുരം ദക്ഷിണേന്ത്യയിലെ വേനാട് ഭരണാധികാരികളുടെ ആദ്യത്തെ ശക്തി കേന്ദ്രമായിരുന്നില്ല. അടുത്തുള്ള വള്ളിയൂർ, വീരകേരളപുരം, തിരുവിതാംകോട്, ചാരോട്, പുളിയൂർ കുരിശ്ശേരി, ഇറയിൻമേൽ എന്നിവിടങ്ങളിൽ പത്മനാഭപുരത്തിൻ്റെ അടിത്തറയ്ക്ക് മുമ്പുള്ള വാസസ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ, പഴയ കോട്ടകൾ, പ്രധാന ക്ഷേത്രങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. കൃഷിഭൂമിയുടെ സമൃദ്ധിയും ജലത്തിൻ്റെ സമൃദ്ധിയുമാണ് രാജകുടുംബങ്ങളെയും മറ്റ് കുടിയേറ്റക്കാരെയും ഈ പ്രദേശത്തേക്ക് ക്ഷണിച്ച പ്രധാന ആകർഷണങ്ങൾ. പുരാതന കൽക്കുളം കോട്ടയ്ക്കകത്ത് വിശാലമായ പത്മനാഭപുരം കൊട്ടാരമുണ്ട്. ഇത് പഴയ വേനാട് ഭരണാധികാരികളുടെ ആദ്യകാല ഭരണ ആസ്ഥാനമായിരുന്നു. കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും വേരുകൾ അന്വേഷിക്കുമ്പോൾ കൽക്കുളത്തും സമീപത്തെ ഉദയഗിരിയിലും ഉള്ള കോട്ടകൾ 1600 AD മുമ്പ് ഇരവിവർമ്മ കുലശേഖരൻ്റെ കാലത്താണ് നിലവിൽ വന്നത് എന്നതിൻ്റെ സൂചന നൽകുന്ന മുതലിയാർ രേഖകൾ കാണാതിരിക്കാനാവില്ല. 400 വർഷത്തിലേറെ പഴക്കമുള്ള ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടി കൊട്ടാരമായി കണക്കാക്കപ്പെടുന്നു. 15ലധികം കെട്ടിടങ്ങളുള്ള 6.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ അതിമനോഹരമായ കോംപ്ലക്സിൻ്റെ ഓരോ ഭാഗവും പഴയ കരകൗശല വിദഗ്ധരുടെ മികച്ച കഴിവുകളെ ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ മരപ്പണികളാൽ പ്രശംസനീയമാണ്. 64 തരം ഹെർബൽ തടികളാൽ നിർമ്മിച്ച ഒരു ഔഷധ കിടക്കയാണ് രാജാവിൻ്റെ കിടപ്പ് മുറിയിലുള്ളത്. പരമ്പരാഗതമായി എല്ലാ നിർമ്മാണങ്ങളും മരത്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്തംഭങ്ങൾക്കും തെരഞ്ഞെടുത്ത മതിലുകൾക്കും ലാറ്ററൈറ്റ് കല്ല് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മേൽക്കുരയുടെ ഘടന തടിയിൽ നിർമ്മിക്കുകയും തട്ടുകൊണ്ട് മൂടുകയും പിന്നീട് കളിമൺ ടൈലുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് 52 കിലോമീറ്ററും തമിഴ്നാട് സംസ്ഥാനത്തെ തക്കലയിൽ നിന്ന് 2 കിലോമീറ്റർ കിഴക്കുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ ഒത്തുതീർപ്പ് പ്രകാരം പത്മനാഭപുരം പാലസ് കോംപ്ലക്സിൻ്റെ 6.5 ഏക്കർ കേരള ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിൽ നിലനിർത്തി. 1590 മുതൽ 1800 CE ആരംഭം വരെ നിർമ്മിച്ച നിരവധി പ്രത്യേക സ്വാതന്ത്ര്യ ഘടനകൾ അടങ്ങിയിരിക്കുന്നു. കൽക്കുളത്തെ കൊട്ടാരവും ഇറങ്ങിയേൽ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരവും പടവീട് എന്നറിയപ്പെട്ടിരുന്നു. വേനാട് ഭരണാധികാരികൾ തങ്ങളുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്ന കോട്ടയാണിത്. കൽക്കുളത്തെയും പുലിയൂർ കുരിശ്ശിയിലെയും പഴയ കോട്ടകളുടെ പുനർനിർമ്മാണത്തിനായി രാജാവ് വലിയ നീരാഴിക്കര കോയിക്കലിലെ ഒരു വിഭാഗമായ ഉദയാർ വിളാക്കത്ത് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കൽപ്പന പ്രകാരം കൽക്കുളത്തെ പഴയ കൊട്ടാരങ്ങൾ നവീകരിച്ച് ശക്തമായ കല്ലുകൊണ്ട് കോട്ട കെട്ടി സുരക്ഷിതമാക്കി. പലതും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർശനമായ തത്വങ്ങൾ പാലിച്ച് മാർത്താണ്ഡവർമ്മ നവീകരിച്ചതോ പുതുതായി നിർമ്മിച്ചതോ ആണ്. പണി പൂർത്തിയായപ്പോൾ മാർത്താണ്ഡവർമ്മ രാജകുടുംബത്തിൻ്റെ ദേവതയായ ശ്രീ പത്മനാഭ സ്വാമിക്ക് കൊട്ടാരം സമർപ്പിച്ചു. അതിനുശേഷം ഇത് പത്മനാഭപുരം കൊട്ടാരം എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ കാർത്തിക തിരുനാൾ രാമവർമ്മ പത്മനാഭപുരത്തെ പ്രധാന രാജകീയ വാസസ്ഥലമായി കണക്കാക്കി. 1809 ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള വിമതർക്കെതിരെ പോരാടിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ പത്മനാഭപുരം, ഉദയഗിരി കോട്ടകൾ പിടിച്ചെടുത്തു. തുടർന്നുള്ള ഭരണാധികാരികൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കോട്ടകൾ സ്ഥാപിച്ചു. 1839 ശേഷം കൊട്ടാരത്തിൻ്റെ പതനം ദ്രുതഗതിയിലായിരുന്നു. വാർഷിക നവരാത്രി ഘോഷയാത്രയ്ക്ക് പുറമെ രാജകുടുംബാംഗങ്ങളുടെ വിശിഷ്ടാതിഥികളുടെ ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ ഒഴികെ കൊട്ടാരം അടച്ചിട്ടിരുന്നു. 1934 തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കലാ ഉപദേഷ്ടാവായ JH കസിൻസും പുരാവസ്തു വകുപ്പിനെ നയിച്ച R വാസുദേവ പൊതുവാളും ചേർന്ന പത്മനാഭപുരം കൊട്ടാരം വീണ്ടും കണ്ടെത്തി. 1935 രാജകുടുംബത്തിൻ്റെ പൂർണ്ണ ഈ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി. 17-ാം നൂറ്റാണ്ടിൻ്റെ ബെൽജിയം കണ്ണാടികളോടുകൂടിയ പ്രഭുക്കന്മാരുടെ ഇരിപ്പിടങ്ങൾ
ചൈനീസ് കൊത്തുപണികളിലാണ് വാസ്തുവിദ്യയിലുള്ളത്. മേൽക്കൂരയിൽ സങ്കീർണമായ പെയിൻറ്റിങ്ങുകളോടുള്ള ചുവർ ചിത്രങ്ങളും കാണാം. അക്കാലത്തെ സാമൂഹിക ജീവിതമാണ് ഈ ചുവർ ചിത്രങ്ങളിൽ കാണുന്നത്. വലിയ മൺപാത്രങ്ങൾ, എണ്ണവിളക്കുകൾ, കൗൺസിൽ ചേംബർ, ഡൈനിങ് ഹാളുകൾ, മദർ പാലസ്, അകത്തെ മുറ്റങ്ങൾ, രാജാവിൻ്റെ അറകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. തായ് കൊട്ടാരം എന്നറിയപ്പെടുന്ന മദർ പാലസ് ശ്രദ്ധേയമായ സവിശേഷതയാണ്. നാലുകെട്ട് എന്നറിയപ്പെടുന്ന ഒരു അകത്തെ മുറ്റവും ഇവിടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്